ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലാണ് എത്തുന്നത്. കലൂരിൽ റോഡ് ഷോ നടത്തുന്ന പ്രധാനമന്ത്രി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. മറൈൻ ഡ്രൈവിൽ അഖില കേരള ധീവരസഭയുടെ സുവർണ ജൂബിലി സമ്മേളനം മോദി ഉദ്ഘാടനം ചെയ്യും. എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യും നാളെ പ്രധാനമന്ത്രിയുടെ വരവ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വരവിൽ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയെന്നത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. പ്രധാനമന്ത്രിയുടെ നാളത്തെ പരിപാടികൾ ഇങ്ങനെയാണ്. നാളെ രാവിലെ 11:30 നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തും. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നാവികസേന ഹെലിപാഡിൽ ഇറങ്ങും. പിന്നീട് റോഡ് മാർഗം മറൈൻ ഡ്രൈവിൽ അഖില കേരള ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിൽ, അതിനുശേഷം കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ റോഡ് ഷോ ആയിട്ടായിരിക്കും സ്റ്റേഡിയത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുക. 10,000 പേർ റോഡ് ഷോയിൽ അണിനിരക്കുമെന്ന് BJP ഭാരവാഹികൾ അവകാശപ്പെടുന്നു. റോഡ് ഷോയായി സ്റ്റേഡിയത്തിലെത്തിയ ശേഷം കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. വിവിധ പദ്ധതികൾ മോദി ഇവിടെ പ്രഖ്യാപിക്കുമെന്നതാണ് കരുതുന്നത്. പിന്നാലെ അവിടെ നിന്ന് സ്റ്റേഡിയത്തിന്റെ മറുഭാഗത്ത് ഒരുക്കിയിട്ടുള്ള വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തും. അവിടെയാണ് എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. പുതുക്കി പണിത റെയിൽവേ സ്റ്റേഷൻ മുതൽ BPCLന്റെ പുതിയ പദ്ധതികൾ ഉൾപ്പെടെയുള്ളവയുടെ ഉദ്ഘാടനം നാളത്തെ വരവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. അപ്പോൾ ഉദ്ഘാടനങ്ങൾ ഉൾപ്പെടെ നിരവധി ഔദ്യോഗികമായ ലക്ഷ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ വരവിന് പിന്നിലുണ്ട്. പക്ഷേ ഇതിലേറ്റവും പ്രധാനം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാണ്. കേരളത്തിൽ വലിയ മുന്നേറ്റം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവ് എന്നതാണ് കരുതപ്പെടുന്നത്. ഇത്തവണ എറണാകുളം കേന്ദ്രമാക്കി ചില മുന്നേറ്റങ്ങൾ NDA പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഈ സന്ദർശനത്തിൽ കൊച്ചി ഒരു പ്രധാന വേദിയായി മാറുന്നതെന്നാണ് കരുതുന്നത്. BDJSനൊപ്പം 2020 കൂടി മുന്നണിയിലേക്ക് എത്തിയതോടെ മധ്യ കേരളത്തിൽ വലിയ മുന്നേറ്റം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് NDA ഉള്ളത്. ആ പ്രതീക്ഷയിലാണ് പ്രധാനമന്ത്രിയെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊച്ചിയിൽ എത്തിച്ചുകൊണ്ട് അവർ തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്, പെരുമ്പാവൂർ, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളാണ് NDA പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന ഇടങ്ങൾ. തൃപ്പൂണിത്തുറയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം അവരെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നതാണ്. ഒപ്പം 2020യുടെ വരവും അവരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്. മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്നതാണ് NDA സംസ്ഥാന തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ മുദ്രാവാക്യം. അപ്പോൾ മാറ്റത്തിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. മാറാത്തതിനി മാറും, കേരളം വളരും എന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ തീർത്തിട്ടുള്ള പടുകൂറ്റൻ പന്തലിൽ 1,00,000-ഓളം NDA പ്രവർത്തകർ മോദിയെ കാണാനായി എത്തും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇവിടെ നിന്ന് NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കവും കുറിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ അതിന്റെ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി തന്നെ എത്തുമ്പോൾ അതൊരു വലിയ ആഘോഷമാക്കി മാറ്റാനാണ് BJP തയ്യാറെടുക്കുന്നത്. മോദി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത്രയധികം ആളുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതാണ് 1,00,000-ലധികം പ്രവർത്തകരെ പങ്കെടുപ്പിക്കുമെന്ന് BJP നേതാക്കൾ പറയുന്നത്. അവിടെ ഒരു വലിയ ശക്തി പ്രകടനം തന്നെ BJP ഉദ്ദേശിക്കുന്നു. സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ കേന്ദ്ര സർക്കാർ പരിപാടിയുടെ വേദി വരെ നീളും. അവിടെ 10,000-ലധികം പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുക്കും. അതും ഒരു ശക്തി പ്രകടനവും ആഘോഷവുമാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ്. മുൻപ് തേവരയിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയത് ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയിരുന്നു. അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂടുതൽ വലിയ ഒരു സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് NDA ഇത്തവണ അവിടെ ഒരുക്കുക. റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർക്ക് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്ന NDA കൺവെൻഷനിൽ പങ്കെടുക്കാനായി പ്രത്യേക പന്തൽ സജ്ജീകരണങ്ങളൊക്കെ BJP ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി കേരള രാഷ്ട്രീയത്തിൽ മാറ്റത്തിന് കരുത്ത് പകരും എന്നതാണ് BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. നോക്കൂ, അപ്പോൾ 3 മാസത്തിനിടയിൽ 2ാമത് തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചതിന് ശേഷം ജനുവരി 23-ന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ചാൽ 45 ദിവസത്തിനകം മോദിയെ തലസ്ഥാനത്തെത്തിച്ച് നഗരവികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു വാഗ്ദാനമായിരുന്നു. ഇതനുസരിച്ച് പ്രധാനമന്ത്രി വന്നു. ഭരണം പിടിച്ച് വെറും 27 ദിവസമാകുമ്പോൾ തന്നെ പ്രധാനമന്ത്രി എത്തി. പക്ഷേ നഗരവികസന പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിരുന്നില്ല. ജനുവരി 11-ന് തലസ്ഥാനത്തെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ
നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ മിഷൻ 2026 അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം BJP ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റതിന് പിന്നാലെ നിതിൻ നവീൻ ഫെബ്രുവരി ആദ്യം തന്നെ കേരളത്തിലെത്തിയിരുന്നു. അപ്പോൾ നേതാക്കളുടെ വരവുകൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയുടെ വരവിൽ പറഞ്ഞതൊന്നും നടന്നില്ല, പ്രതീക്ഷിച്ചതൊന്നും കേരളത്തിന് കിട്ടിയില്ല. പിന്നീട് ഇതിനിടയിൽ ഒരു കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടു. അവിടെയും കേരളത്തിന് നിരാശയായിരുന്നു. കേരളം ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് കേരളത്തെ ലക്ഷ്യമിട്ട് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നത് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ തീർത്തും നിരാശയായിരുന്നു ബജറ്റ് കേരളത്തിന് സമ്മാനിച്ചത്. ഇത്തവണ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി 3 മാസത്തിനിടയിൽ രണ്ടാമത് വരുന്നുവെങ്കിലും ആ രീതിയിലുള്ള വലിയ പ്രതീക്ഷകളൊന്നുമില്ല. പക്ഷേ എയിംസ് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ എന്തെങ്കിലും പറയുമോ പ്രധാനമന്ത്രി? നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? ആ പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. കാത്തിരിക്കാം നാളെ എന്തൊക്കെ പ്രധാനമന്ത്രി പറയുന്നു എന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.